ചിന്നു കോളേജിൽ പഠിക്കാൻ പോവാണ്. എന്തിന്? LLB പഠിക്കാൻ. അതെ, ഇനി ചിന്നു വെറും ചിന്നു അല്ല, അഡ്വക്കേറ്റ് കല്യാണിയായി മാറാൻ പോവാണ്. പക്ഷേ നമ്മുടെ രമാദേവി ഇന്ന് ചിന്നുവിന്റെ കാരണം പോച്ച് രണ്ടെണ്ണം പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഐശ്വര്യ പ്രശ്നം ഉണ്ടാക്കും. ഇത് മൊത്തം അനുഭവിക്കുന്നത് ആരാണ്? ചിന്നുവാണ്. നമ്മുടെ ഭദ്രനും നീലിമയും അനസൂയയും ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഭദ്രൻ ഇന്നിരുന്ന് ഒന്ന് രണ്ട് തഗ് ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട്. ഭദ്രന്റെ ഡയലോഗും അതുപോലെ തന്നെ ഈ പറയുന്ന ഐശ്വര്യമായിട്ടുള്ള ഏറ്റുമുട്ടലും കാരണമാണ് ചിന്നുവിന് അടി കിട്ടുന്നത്. ചിന്നു ഇനിയിപ്പോൾ നാളെ മുതൽ കോളേജിൽ പോകുമ്പോൾ എങ്ങനെ ആവുമോ എന്തോ കണ്ടു തന്നെ അറിയണം. മാത്രമല്ല നമ്മുടെ ചന്ദ്രാമ്മയുടെ മുഖത്ത് കലി പൂണ്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഗ്ലാസ് ജ്യൂസ് മൊത്തം എടുത്ത് ഒഴിക്കുകയാണ്. ആര്? ഈ പറയുന്ന നമ്മുടെ രമാദേവി. ഈ സൂസനും മഹിയും കൂടി കണ്ടുമുട്ടി ഫോറൻസിക് റിപ്പോർട്ടുകളെല്ലാം കൈമാറുന്നത് നരിയുടെ സ്പൈ കാണുന്നുണ്ട്. ഇനി മിക്കവാറും നരി എന്ത് ചെയ്യും? ഈ മഹിയെ തട്ടാനുള്ള വേലകളൊക്കെ തന്നെയായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. പിന്നെ ജയിലിൽ കിടക്കുന്ന ശിവദാസിനെ കൊല്ലാനായിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വീട്ടിലെ ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് മണിമാല അടിച്ചെടുക്കാനുള്ള 18 അടവും രമാദേവി നോക്കുന്നുണ്ട്. നിന്നെയൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല, ഒരുമിച്ച് നീ ഒന്ന് മുന്നോട്ട് പോകണ്ടെന്നും പറയുന്നുമുണ്ട്. ചിന്നു എന്തായാലും പഠിക്കാൻ പോകുമ്പോൾ കഥ വേറെ ലെവലാവും. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്? ചെമ്പരത്തി 2ന്റെ എപ്പിസോഡ് 134 ഏപ്രിൽ 16-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽസിന്റെ റിവ്യൂസിനും അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് രമാദേവിയുടെ അടുത്തോട്ട് ആര് വരുവാണ്? അർജുനും ഐശ്വര്യയും കൂടെ വരുവാണ്. അർജുനും ഐശ്വര്യയും കൂടെ വരുമ്പോൾ തന്നെ ഞാൻ അന്നേരത്ത് ഇവരെ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞൊന്ന് ഒതുക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഓഫീസിലെ കാര്യമൊക്കെ എങ്ങനെ പോകുന്നു അർജുൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതിന് മൊത്തം എന്ത് ചെയ്യുന്നു? അർജുനെ പൊക്കിയടിച്ച് ഐശ്വര്യ സംസാരിക്കാണ്. സാറവിടെ ഉള്ളത് കൊണ്ടാ എല്ലാരും പറയുന്നത് ഒരു മിടുമിടുക്കൻ CEO എന്നാ, ഒരു എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടെന്നാ, സാറ് സ്ട്രിക്റ്റ് ആയോണ്ടാ, സാറ് അങ്ങനെയാ, സാറ് ഇങ്ങനെയാ. അപ്പോഴത്തേക്ക് രമാദേവിക്ക് സ്റ്റോപ്പ്, ഇവൻ എൻ്റെ മകനാണ്. ചന്ദ്രമഴ സീരിയൽ പറയല, ഇവൾ എൻ്റെ മരുമകളാണെന്ന് പറയും പോലെ ഇവൻ എൻ്റെ മകനാണ്, എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വിറപ്പിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ, നന്നായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ, അപ്പം കാര്യമൊക്കെ പറയുന്ന ഇനി ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞിട്ട് മോനെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത ഐശ്വര്യയുടെ മണ്ടയിലോട്ട് കയറുവാണേ. നിങ്ങൾ എന്തിനാണ് വാതിലടച്ചതെന്നൊക്കെ എനിക്കറിയാം കേട്ടോ രമാദേവി. നിങ്ങൾക്ക് മണിമാല വേണം, ഞാൻ കൊണ്ടുതരാം. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ചെറിയ സംസാരമാണ്. പിന്നെ അല്ലാതെ എന്തുണ്ടാക്കാനടി ഞാൻ നിന്റെ അടുത്തോട്ട് വരണത്? എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പറയാനോ? അത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നു വിചാരിച്ചു? നടത്തില്ല. എനിക്ക് മര്യാദയ്ക്ക് മണിമാല വേണം. അപ്പൊ ഐശ്വര്യം വിട്ടെന്ന് കൊടുക്കുന്നില്ല. ഐശ്വര്യം തിരിച്ച് നല്ല വർത്താനം അടിച്ചു വിടുന്നുണ്ട്. എന്താ? മണിമാല കൊണ്ട് തന്നാലും ഇല്ലെങ്കിലും ഞാൻ അർജുൻ സാറിന്റെ ഭാര്യ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ശൈലിയാണല്ലോ ഇതിനകത്ത് ഐശ്വര്യ സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ മണിമാല ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്, നിങ്ങൾ കുറേ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് എന്നെ നിർബന്ധിക്കുന്നോണ്ടാ കൊണ്ട് തരാം. ഞാൻ ഐശ്വര്യലക്ഷ്മി തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും കേട്ടല്ലോ. പക്ഷേ അത് എനിക്ക് തോന്നുന്ന സമയത്തായിരിക്കും ഞാൻ കൊണ്ടുതരാം. നിങ്ങൾ തന്നെ ഇവിടെ അതിനു മുമ്പുള്ള ഭീഷണിയൊന്നും ഈ ഐശ്വര്യ എടുത്ത് വില പോവില്ല എന്ന് പറഞ്ഞ ഐശ്വര്യ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ദെൻ അർജുൻ്റെ അടുത്ത് പോയി നേരെ അമ്മയെ പറ്റി, ഈ അമ്മയ്ക്ക് എന്താ, എന്തിനാ എന്നിങ്ങനെ അമ്മ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അർജുന ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെ പോലീസിന് ഒരു ഫോൺ കോൾ വരെയാണ്. നമ്മുടെ ശിവദാസിനെ തട്ടാൻ, സൂയിസൈഡ് പോലെ തട്ടാൻ പറയുകയാണ്. അപ്പോൾ അത് നടക്കില്ല എന്ന് അയാൾ മറുപടി പറയുന്നുണ്ട്. അടുത്ത് എൻ്റെ പൊന്നെ ഫുഡ് കഴിക്കുന്ന സീനാണ്. ഫുഡ് കഴിക്കാൻ രമാദേവി ഉണ്ട്, അർജുനുണ്ട്, നമ്മുടെ ഐശ്വര്യലക്ഷ്മി ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ഭദ്രൻ, നീലിമ, അൻസൂയ. ഭദ്രനെ കണ്ടെനിക്ക് സമാധാനമായി. ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്നു. അപ്പോൾ വന്നിരിക്കുമ്പോൾ തന്നെ അർജുൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐശ്വര്യ സപ്പോർട്ട് ചെയ്തിട്ട് ഐശ്വര്യ എന്തിനാണ് എല്ലാവരും അവിശ്വസിക്കുന്നത്, അപ്പം ഐശ്വര്യ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത്, എല്ലാവരും നല്ല രീതിയിൽ കാണണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഭദ്ര അങ്ങോട്ട്, എടാ മോനെ നീ കുഞ്ഞോളെ പഠിപ്പിക്കാനാ, കുഞ്ഞോളെ നിന്നെ പഠിപ്പിക്കാനായോ കുഞ്ഞോളെ അവൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭദ്രന്റെ സ്ഥിരം പലവി. ഇപ്പം ഞാൻ ആലോചിക്കണം, ഇന്നലെ വരെ ഈ വീട്ടിൽ ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് അവിടെ ഭദ്രനും ഇല്ല, നീലിമയും ഇല്ല, അനസൂയ ഇല്ലേ, ഇവരാ വീട്ടിൽ ഉണ്ടെന്നുള്ള ലെവലിലാണ് 5-6 എപ്പിസോഡ് മുമ്പ് കാണിക്കുന്നത്. പക്ഷെ ഇന്നലെ നടന്ന വിഷയങ്ങളിലോ 2-3 എപ്പിസോഡുകളായിട്ട് ഈ ഭദ്രനെയും അൻസൂയ നീലിമയൊന്നും ഇല്ല. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാണ്? അവൾ അങ്ങനെ ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അവൾ ഒരു അനാഥയായിരിക്കും. അപ്പം 3 പേരുടെ എടുത്തിട്ട് താറ്റാണ്. ഐശ്വര്യ അനസൂയ എടുത്തിട്ട് താറ്റുന്നു. നീലിമ പറയാണ് രാജകുമാരി, അനാഥ, എന്തെല്ലാം പട്ടമാണ് അവർക്ക് ഉള്ളത്. അപ്പൊ അമ്മ ഇവരാരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അർജുൻ വീണ്ടും പറഞ്ഞപ്പോൾ ഭദ്രൻ
കുഞ്ഞോളെ പഠിപ്പിക്കടാ എടാ, നീ എടാ. അപ്പം വീണ്ടും നിങ്ങൾ അപ്പം ഐശ്വര്യ ചോദിക്കണേ, നിങ്ങൾ എന്തിനാ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടപെടുന്നത്? ഇവിടുത്തെ എല്ലാ സകലമാന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ എന്തിനാ ഭദ്രനെ പറയുന്നു. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം അനസൂയ പറയാണ് ഇതൊക്കെ ഇവിടെ ഓതി കൊടുക്കുന്ന തലയണ മന്ത്രത്തിന്റെ പവറാണ് എന്നും പറഞ്ഞുകൊണ്ട് അനസൂയ നീലിമയും പറയുമ്പോൾ ഞാൻ ഇവിടെ ആർക്കും തലേണ മന്ത്രം ഒന്നും ഓതി കൊടുക്കാറില്ല. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞ് ഐശ്വര്യ ഭദ്രനെ പറയുന്നുണ്ട്. ആ സീൻ ചിരിക്കുന്ന സീനാണ്. അങ്ങനെ രമാദേവി ഇതെല്ലാം കേട്ട് കലി പൂണ്ടിരുന്നിട്ട് എഴുന്നേക്കുന്നു. ചിന്നുവിന്റെ ഒരൊറ്റ അടി ചിന്നുവിന്റെ കർണത്താണ്. നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിച്ച് നിൽക്കണോ, നീ എന്തിനാ അവരെ ശ്രദ്ധിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യക്ക് കൊടുക്കാനുള്ള അടിയാണ് ഇവക്ക് കിട്ടിയത്. എന്നിട്ട് നേരെ എഴുന്നേറ്റ് രമാദേവി കലിപോണ്ട് പോകുന്നു. തൊട്ട് പിറകെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഐശ്വര്യലക്ഷ്മിയും പിന്നെ അർജുനും എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അടി കിട്ടി ഈ പെണ്ണ് ചാവും. ഈ ഐശ്വര്യ എങ്ങനെയാണ് പെരുമാറണമെങ്കിൽ അടി കിട്ടി ചിന്നു ചാവും എന്ന് നീലിമയും ഭദ്രനോടെ കമന്റ് അടിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് മഹി കാണുന്നുണ്ട്. മഹി ഇത് കണ്ടുകൊണ്ട് വരുവാണ്. ഇവർക്ക് അടി കിട്ടുന്നത് കണ്ടുകൊണ്ടാണ് മഹി വരുന്നത്. പിന്നെ കാണിക്കുന്നത് ഇവളെ സമാധാനിപ്പിക്കുന്ന സീനാണ്. ആരൊക്കെ? ചിന്നുവിനെ മഹി സമാധാനിപ്പിക്കുന്നു. പിന്നാലെ അവിടെ അങ്ങോട്ട് ചന്ദ്രാമ വന്ന് ചന്ദ്രാമ സമാധാനിപ്പിക്കുന്നുണ്ട്. ജയരാമൻ വന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് നീ അടുക്കളയിൽ കിടന്ന് കരി പോകേണ്ട, നീ പഠിക്കാൻ പോകണം എന്നെല്ലാം പറയുവാണ്. അപ്പം എന്ത് പഠിക്കാൻ വിടാം, ടീച്ചറാക്കാനായാലോ എഞ്ചിനീയർ ആക്കാനായാലോ. അപ്പം മഹി എന്തിന് കുട്ടികളെ തുരയ്ക്കാനോ, എന്തിന് കെട്ടിടന്ന് വീഴാനോ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സ്ഥിരം ടോമാഞ്ചറി പരിപാടികൾ. അപ്പം നിങ്ങൾ ആരും പറയണേ, എനിക്കറിയാൻ പഠിക്കാൻ പോകും, ഞാൻ LLBക്ക് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ചിന്നുവിനെ കോളേജിൽ വിടാനുള്ള എല്ലാ തീരുമാനവും ജയരാമൻ എടുക്കുവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാമന്തി സീരിയൽ, അതായത് ഈ ചെമ്പരത്തിയുടെ ഒറിജിനൽ തെലുങ്കാണല്ലോ, അപ്പോൾ ആ ചാമന്തിയിലും ഇവളെ വിടുന്നുണ്ട്, പഠിക്കാൻ പോകുന്നതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മ. ഞാൻ എപ്പിസോഡുകളൊന്ന് കറക്കി നോക്കിയപ്പോഴത്തേക്കും ഇവിടെ പഠിക്കാൻ പോകുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും ആ സീൻസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. ഇവരെല്ലാവരും പിന്നീട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് ചന്ദ്രാമ, ജയരാമൻ, ചിന്നു, മഹി ഇവർ 4 പേരോടെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് നല്ല അടിപൊളി വ്യൂവിൽ എവിടെ നിൽക്കും. ഇവരിങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. മുകളിൽ നിന്ന് ആര് കാണുവാണ്? രമാദേവി കാണുവാണ്. എപ്പിസോഡ് വൈൻഡ് അപ്പ്. ഇവിടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളെ പ്രൊമോനെ കുറച്ച് സീക്വൻസ് ഉണ്ട്. അതും കൂടെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് നാളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മഹിയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട്, സൂസൻ കൊടുത്തിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ട് മഹിക്ക് കിട്ടുമ്പോൾ മഹിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് പിടികിട്ടും. ഇത് നരിയുടെ സ്പൈ കാണുന്നുണ്ട്. നരിയുടെ സ്പൈ എന്തായാലും പോയി നരിയുടെ അടുത്ത് പറയും. അപ്പോഴത്തേക്കും നരിക്ക് ഇത് മഹിയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പം മഹിയെ പിന്നീട് കൊല്ലാനുള്ള അവകാശം ഓൾറെഡി ആരെയെന്ന് വാങ്ങിച്ചു കഴിഞ്ഞു, രമാദേവിയിലേന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഇനിയിപ്പോൾ കൊല്ലാൻ നടക്കുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ജ്യൂസ് എടുത്ത് മുഖത്തൊഴിച്ചിരിക്കുകയാണ് രമാദേവി. ആരുടെ? ചന്ദ്രലേഖയുടെ. തൊട്ടടുത്ത് സീതയെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നാളെ എന്തെങ്കിലും വിഷയം നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ ഈ സീതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിന്നു കരയുന്നുമുണ്ട്. അത് അടി കിട്ടിയതുകൊണ്ടായിരിക്കാം പോയി കെട്ടിപ്പിടിച്ച് കരയുന്നത്. ചന്ദ്രാമ്മയുടെ മുഖത്ത് എന്തിനാണോ എന്തോ ജ്യൂസ് ഇരിക്കുന്നത്. കുറേ ഫയലൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ വല്ല വർത്താനം പറഞ്ഞതിൻ്റെ പേരിലോ അതോ ഇനി ഇവരെല്ലാം കൂടെ സംസാരിച്ചതിൻ്റെ പേരിലാണോ എന്നറിയില്ല. കണ്ടു തന്നെ അറിയണം. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത്. കുഴപ്പമില്ല, മഹിയുടെയും ചിന്നുവിൻ്റെയും സീൻസ് കുറച്ച് കുറവാണെങ്കിലും എല്ലാ പോയിന്റ്സും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഇന്നലെ പറഞ്ഞല്ലേ ഉള്ളൂ, ഭദ്രനും നീലിമയും അനസൂയൊന്നും ഇല്ലെന്ന്. അപ്പം തന്നെ അവരിതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കൊള്ളാം മക്കളെ, നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റിംഗ് ആണോ? ചെമ്പരത്തിയുടെ റിവ്യൂ എത്ര പേർക്ക് ഇഷ്ടമാണ്? എൻ്റെ റിവ്യൂ നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? തുടർന്നുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് റിവ്യൂ വേണോ വേണ്ടെന്നൊക്കെ ഉള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിലൂടെ മാത്രമേ എനിക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.